ഏറ്റവും വലിയ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് വേദനിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാതിരിക്കലല്ലേ. ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു. സാധാരണ അങ്ങനെ കുറേ മെസ്സേജുകൾ വരാറുണ്ട്. പക്ഷെ ഇന്നലെ ഒരു മെസ്സേജ് വന്നു, ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യോ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം കണ്ണൊക്കെ നിറഞ്ഞിട്ട് വേണം അത് കേൾക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ആളുകൾ ഈ വിഷയത്തിനോടൊക്കെ ഇടപെടുന്ന രീതികൾ ഇപ്പോഴും ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് സാക്ഷരത നേടിയെന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയം. ഏറ്റവും വലിയ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് വേദനിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാതിരിക്കലല്ലേ. ഉമ്മ പറയാണ്, നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ കുട്ടീനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ചോദിക്കും, ബുദ്ധിയില്ലാത്ത കുട്ടിയാണോ, തെറപ്പി എടുക്കുന്നുണ്ടോ, തെറപ്പി എടുത്തിട്ട് കാര്യമുണ്ടോ, കുട്ടി നോൺ വെർബലും കൂടിയാണ്, അതായത് സംസാരം കൂടി ഇല്ലാത്ത കുട്ടിയാണ്. ഈ ഉമ്മ പറഞ്ഞൊരു എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ മോൻ പഠിക്കണമെന്നോ വലിയ ആളാവണമെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ. എൻ്റെ മോൻ സ്വന്തമായിട്ടൊന്ന് ടോയ്ലറ്റ് പോകണം എന്നുള്ളതാണ്. ആ പ്രാഥമികമായിട്ടുള്ള കാര്യം സ്വന്തമായി ചെയ്യുന്ന അവസ്ഥയിൽ എൻ്റെ മോൻ എത്തണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയുടെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടീനെ കാണുന്നത് ചിലപ്പം മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ ആയിരിക്കും. ഇവർ ദിവസവും ഈ കുട്ടിയെയും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. നമ്മളൊരു കൗതുകത്തിന് പോയിട്ട് തെറപ്പി എടുക്കുന്നുണ്ടോ, എടുത്തിട്ട് മാറ്റമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ ഉമ്മയും വാപ്പയും ഇത് ഡെയിലി ഒരു 10-15 പ്രാവശ്യം കേൾക്കുന്ന ചോദ്യമായിരിക്കും. അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മടുപ്പായിരിക്കും ഈ ചോദ്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത്. നമുക്ക് മാറ്റാൻ പറ്റാത്തടത്ത് പോയിട്ട് എന്തിനാണ് ഈ അനാവശ്യമായ ചോദ്യങ്ങളും ചൊറിച്ചിലുകളും ചെയ്യുന്നത്? നിങ്ങളെക്കാൾ ഉപരി അതൊരു തരം ചൊറിച്ചിലായിട്ട് കാണാം. ഇപ്പോൾ ആ ഉമ്മ പറയുകയാണ്, ആ ഉമ്മ മോൻ്റെ ഷൂസ് കെട്ടിക്കൊടുക്കുമ്പോൾ, ഷൂസിൻ്റെ ലേസ് കെട്ടിക്കൊടുക്കുമ്പോൾ കുട്ടിക്ക് അറിയില്ല അത് കെട്ടാൻ. 8 വയസ്സായ കുട്ടിയെ കെട്ടാൻ അറിയില്ല, അപ്പം നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് കുട്ടി അതിലേക്ക് എത്താത്തതെന്ന്. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഈ ജഡ്ജ് ചെയ്യണതൊന്ന് അവസാനിപ്പിച്ചൂടെ? ഉമ്മയും മോനും എന്തോ ആയിക്കോട്ടെ, എന്തിനതിലൊക്കെ പോയിട്ട് ജഡ്ജ് ചെയ്യണത്? അപ്പം മോന് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ഈ കോലത്തിലായത്. അല്ല, അതൊക്കെ കേൾക്കണത് എത്ര പെയിൻഫുൾ ആയിരിക്കും. നമ്മളുടെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടുള്ള അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ നോർമലായിട്ട് ജീവിക്കട്ടെ, സമാധാനത്തിൽ ജീവിക്കട്ടെ. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക.